കുടുംബ കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സോഫി, സമയം 6:30 ഇനി ഒരു നിമിഷം താമസിച്ചാൽ കുർബാന തുടങ്ങുവേ. ഈ മുടി കൂടി ഒന്ന് കെട്ടിക്കോട്ടെ. സോഫി, നീ വരുന്നുണ്ടോ? ദാ വന്നു. അമ്മേ, അമ്മേ. ആ മോനെ, അമ്മ എങ്ങോട്ടാ പോകുന്നേ? പള്ളി പോവാ. ഞാനും വരുന്നുണ്ട് പള്ളിയിലേക്ക്. അയ്യോ, ഇന്ന് സമയം പോയി മോനെ, നാളെ കൊണ്ടുപോവാട്ടോ. അമ്മ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, കുടിക്കാൻ മറക്കല്ലേ. സോഫി, ഞാൻ പോകുന്നു. കുർബാന തുടങ്ങിക്കഴിഞ്ഞ് കയറി ചെന്നാൽ എല്ലാവരും തുറച്ചു നോക്കും. പോലെ അച്ചായ, എന്റെ കർത്താവേ, അങ്ങനെ പോയല്ലോ. സർവശക്തനായ ദൈവമേ, ഈ ജീവന്റെ അപ്പം വഴി അങ്ങേ ദാസരെ പാപബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനും അവരുടെ ഊർജ്ജസ്വലത അങ്ങേ കാരുണ്യത്താൽ പുനരുദ്ധരീകരിക്കുവാനും അങ്ങ് ഇടയാക്കിയല്ലോ. മഹത്വത്തിൻ്റെ പ്രത്യാശയിൽ അനുസ്യൂത്യം മുന്നേറുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഏയ് ജോർജ്, സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾ ബിസിനസ്സുകാർക്ക് തിരക്കൊഴി നിമിഷമുണ്ടോ. ബിസിനസ് മൊത്തം മന്ദിലാണ്, അതുകൊണ്ട് ആകെ ഒരു ടെൻഷനാണ്. അതൊക്കെ പോട്ടെ, ഇന്ന് കുർബാനയില്ലേ അച്ഛൻ? ആളെ കണ്ട് പരിചയമില്ല, പക്ഷെ നല്ല കുർബാനയായിരുന്നു. ഓ അതെയോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അതെന്താ? എന്റെ സാറേ, പള്ളിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളെ തലയില്. അതിരിക്കട്ടെ, സാറിന് അങ്ങനെ എത്ര ശ്രദ്ധയോടെ പള്ളിയിൽ നിൽക്കാൻ കഴിയുന്നത്? സ്കൂളിലും വീട്ടിലായി 100 കൂട്ടം കാര്യങ്ങളില്ലേ. പിന്നെ ഈയിടെയായി കൃഷി ചെയ്യുന്നതായും കേട്ടു. ശരിയാണ്, ഈശോ പറയുന്നത് പോലെ ഓരോ ദിവസവും അതതിന്റെ പ്രയത്നം മതി. ഇപ്പോഴുള്ള നിമിഷം പുഞ്ചിരിയോടെ ജീവിക്കുക, അത് നമുക്ക് സന്തോഷം നൽകും. തത്വത്തിൽ അത് ശരിയാണ്, പക്ഷേ താനൊരു കാര്യം ചെയ്യും, വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് വാ. എന്തിനാ? താനൊന്ന് വാടോ. ശരി. അല്ല ജോർജ്, താൻ ഒറ്റയ്ക്കാണോ പള്ളി വന്നേ? അല്ല, അത് പിന്നെ സോഫി എവിടെ? സോഫിയല്ലേ വരുന്നേ? സോഫി മുമ്പിലുണ്ടായിരുന്നു. ജോർജേട്ടാ, പോവാം. ഞാൻ മോളിയമ്മയോട് കുറച്ചു നേരം വർത്താനം പറയായിരുന്നു. എന്നാ കാണാം. ശരി. നീ എങ്ങനെയടി വന്നത്? ഞാനൊരു ഓട്ടോ വിളിച്ചു പോന്നു. ജോർജ് അല്ലേ ഇത്? അവിടെ നിർത്തിക്കേ. മാഷെന്താ ഇവിടെ? ഞാനിതാ വരുന്നു കേട്ടോ. മോനെ ഇറങ്ങടാ. എന്താ സാറേ പരിപാടി? ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഞങ്ങളുടെ പരിപാടി. അല്ല, സാറ് ബാങ്ക് മാനേജർ അല്ലേ? അതെ. അതുമാത്രമല്ല, ഇത് നമ്മുടെ റിട്ടയർഡ് അധ്യാപകൻ അഗസ്റ്റിൻ സാറ്, അത് നമ്മുടെ കച്ചവടം ചെയ്യുന്ന ബേബി ചേട്ടൻ, അത് വർക്കി ചേട്ടൻ, ഇവരെല്ലാവരും നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ളതാ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? നീങ്ങി വന്നേ. ജോർജ്, നിനക്ക് എത്ര വയസ്സായി? അതിപ്പം 43. ഏത് ധൃതി പിടിച്ച ജീവിതം കൊണ്ട് എന്തെല്ലാമൊക്കെ നേടി. ഒരു ചെറിയ വീടുണ്ടാക്കി, പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു. ഇത്രയും പരാക്രമം കാണിക്കാതെ ഇതിനേക്കാൾ സന്തോഷത്തോടെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ടെൻഷന്റെ കാര്യത്തിൽ എന്റെ പപ്പ ഒന്നാമനാ. അതെന്താടാ മോനെ അങ്ങനെ? അതെന്താണോ, തിരക്ക് കൂടുമ്പോ പപ്പയ്ക്ക് മൊത്തം ദേഷ്യമാ.
പിന്നെ ഞങ്ങളെ കണ്ടൂടാ. ഓ ജോർജെ, നമ്മുടെ ഈ കൈവിരലുകൾക്കിടയിൽ വിടവുണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വന്ന് ഈ വിരലുകൾക്കിടയിൽ കൈകോർത്ത് ഈ വിടവ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആഹാ. ഇങ്ങനെയല്ലേ? ആ ആ അങ്ങനെ തന്നെ. സാറേ, ഇത് കൊള്ളാലോ, ഗംഭീരമായിരിക്കുന്നു. 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഭൂമിയെ വിഷമയമാക്കാത്ത ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ആ ചിന്തയിൽ നിന്നാണ് ഇത്തരമൊരു കൃഷിയുടെ ആരംഭം. പിന്നെ ഈ പച്ചപ്പിൽ ഞങ്ങൾ കുടുംബമായിട്ട് എത്തുമ്പോൾ എന്തൊരു ആഘോഷമാണെന്നറിയാമോ? ഭൂമിയെ പുഷ്പിപ്പിക്കും കല പോൽ നമുക്കെത്ര നിർവൃതികരം സർഗവ്യാപാരമില്ലീ മണ്ണിൽ. ഈ കവിത ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. മിടുക്കൻ. വയലോപ്പള്ളി ശ്രീധരമേനോന്റെ വരികളാണിത്. മണ്ണിൽ കൃഷി ചെയ്ത് ഭൂമിയെ പുഷ്പിപ്പിക്കുന്നത് പോലെ സന്തോഷകരമായൊരു സർഗപ്രവൃത്തി ഈ ഭൂമിയിൽ വേറെ ഇല്ല എന്നുള്ളതാണ്. ശരിയാ, മറ്റുള്ളവരെ വയറ് നിറയ്ക്കുന്നത് പോലെ പുണ്യപ്രവൃത്തി വേറൊന്നുമില്ലല്ലോ. പപ്പ, നമുക്കും വീട്ടിൽ ഇതുപോലെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കടാ. എന്നിട്ട് വേണം എന്റെ പപ്പ മനസ്സ് തുറന്ന് ചിരിക്കുന്ന കാണാൻ. ഇവന്റെ ഒരു കാര്യം. ഇന്ന് മനുഷ്യരിൽ ഏറെ പേരും സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ്. മാനസിക സമ്മർദ്ദം. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ ജീവിത പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു. മാനസികമായ പിരിമുറുക്കത്തിലായിരിക്കുന്ന കുട്ടികളുണ്ട്, യുവജനങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. കടന്നുപോയ ദിവസം ഒരു കുടുംബം എന്നെ കാണുന്നതിനായി വന്നു. അപ്പനും അമ്മയും മകനും. സാമ്പത്തികമായി മുൻനിരയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണിത്. മകൻ്റെ മാനസിക പിരിമുറുക്കത്തിൻ്റെ പേരിലാണ് എന്നെ കാണാൻ വന്നത്. അപ്പനും അമ്മയും പറഞ്ഞു, അവൻ എൻജിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞു, അവന് ജോലി ലഭിക്കുന്നില്ല എന്നത് ഞങ്ങളെ മാനസിക സംഘർഷത്തിലാക്കുന്നു. അവനും മാനസിക സംഘർഷമാണ്. കാരണം കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾക്കൊക്കെ ജോലിയായി, ഇവന് ജോലിയായില്ല. ഞാനിവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. ഇവന് ജോലിയോട് ബന്ധപ്പെട്ട് മാത്രമല്ല, ജീവിതത്തിലെ പല കാര്യങ്ങളോടും ബന്ധപ്പെട്ട് മാനസിക പിരിമുറുക്കമാണ്, ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥ. ഈ മകൻ്റെ ഭാവിയെക്കുറിച്ച്, അവന് ജോലി ലഭിക്കാത്തതിനെ സംബന്ധിച്ച് ഈ മാതാപിതാക്കൾക്കും മാനസിക പിരിമുറുക്കമാണ്. ആകപ്പാടെ സമ്മർദ്ദത്തിൽ മകനും മാതാപിതാക്കളും മാനസിക സംഘർഷത്തിലായിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ മാനസിക സംഘർഷത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഇന്ന് മാനസിക ചികിത്സാ കേന്ദ്രങ്ങളെ സമീപിക്കുന്നു, കൗൺസിലിംഗ് സെൻ്ററുകളെ സമീപിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽപ്പെട്ട് മാനസിക സംഘർഷത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ ആകപ്പാടെ പ്രശ്നത്തിലാകും. പണ്ട് നാളുകളിൽ നമുക്കറിയാം, ഒരു പരിധിവരെ കുടുംബജീവിതക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോയപ്പോൾ ജീവിതത്തിൻ്റെ വ്യഗ്രതയും സമ്മർദ്ദവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമ്മർദ്ദങ്ങളിൽ നിന്ന്
മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അവർ സാധാരണ വഴികൾ തന്നെ കണ്ടെത്തിയിരുന്നു. അവരിൽ പലർക്കും ഇക്കാര്യങ്ങളിൽ നിന്ന് വിടുതൽ നേടുന്നതിന് വേണ്ടി മരുന്നിനെ ആശ്രയിക്കേണ്ട, ചികിത്സയെ ആശ്രയിക്കേണ്ട സാഹചര്യങ്ങൾ വന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, അവർ ജീവിതത്തിൻ്റെ സാധാരണ അവസ്ഥകളിലേക്ക്, താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നതാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തൊക്കെ ഉയർന്ന ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ വ്യഗ്രതകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സാധാരണ ഗ്രാമവാസികളുമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയാൽ പിന്നെ വീട്ടുകാര്യങ്ങളിൽ അവർ വ്യാപൃതരായിരുന്നു. വീട്ടുകാര്യങ്ങളിൽ മാത്രമല്ല, നാട്ടുകാരുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ അവർ ബദ്ധശ്രദ്ധരായിരുന്നു. അയൽപക്ക ഭവനങ്ങളിലേക്ക് അവർ കടന്നു ചെന്നിരുന്നു. അവരുടെ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിച്ചിരുന്നു. തങ്ങളാൽ സഹായിക്കേണ്ടുന്ന വീടുകളിലേക്ക് കടന്നു ചെന്നിരുന്നു. ഇതൊക്കെ ഈ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള വഴികളായിരുന്നു. ഇന്ന് പലപ്പോഴും ഔദ്യോഗികമായ ജോലിയുള്ള കുടുംബനാഥന്മാരും നാഥകളും മക്കളുമൊക്കെ മുകൾ തട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാവർക്കും ജോലിയുണ്ട്. ഔദ്യോഗികമായ ജോലി തിരക്കിൽപ്പെട്ട് പോകുമ്പോഴും ആ മണിക്കൂറുകളിൽ തീർച്ചയായും അവർ അത്തരത്തിലുള്ള വ്യാപാരത്തിൽ ഏർപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ വീണ്ടും ഔദ്യോഗിക ജീവിതത്തിൽ സജീവമാകാൻ മാനസിക സംഘർഷങ്ങൾ അയക്കുന്നതിന് ഒക്കെ ജീവിതത്തിൻ്റെ താഴെ തട്ടിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ഇത്തിരി കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഔദ്യോഗിക ജോലിയിലായിരിക്കുന്ന ഒരു കുടുംബനാഥൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയും, വീട്ടിലെ സാധാരണ വസ്ത്രമൊക്കെ ധരിച്ച് കൃഷിയിടത്തിലേക്ക് ഇറങ്ങണം. ഇനിയും കൃഷിയിടം ഇല്ലാത്ത പട്ടണപ്രദേശത്ത് ജീവിക്കുന്ന ഒരു കുടുംബനാഥനാണെങ്കിൽ പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും. ഇനിയും അതൊന്നും പറ്റത്തില്ലെങ്കിൽ വീട്ടുവളപ്പിൽ തന്നെ ചെടികളും മറ്റും വളർത്തി അതിനെ പരിചരിക്കുന്നതിലേക്കൊക്കെ പോകാം. പണ്ടൊക്കെ കുടുംബനാഥന്മാർ ഔദ്യോഗിക ജോലിയുടെ സമ്മർദ്ദത്തിലായിരുന്നവരൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് കയറും. അവിടെ കുടുംബനാഥ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അവിടെ ചെന്ന് അവളോട് സംസാരിക്കുന്നു. പറത്തും കോരിയൊക്കെ നിൽക്കുന്ന കുടുംബനാഥയോട് സംസാരിക്കുന്നു. ആ അടുക്കളയിൽ തന്നെ ഇരുന്നു കൊണ്ട് പാചകം ചെയ്യുന്ന ആ ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്നെടുത്ത് കഴിക്കുന്നു. മക്കളുടെ പഠനകാര്യങ്ങളെക്കുറിച്ച് ആരായുന്നു, തമാശ പറയുന്നു, കേൾക്കുന്നു, ചോദിക്കുന്നു. ജീവിതത്തിൻ്റെ സാധാരണ തട്ടിലേക്ക് പോയിരുന്നു. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഭവനത്തിൽ ചെന്നു. ആ ഭവനത്തിൽ എനിക്ക് സന്തോഷം നൽകിയ ഒരു കാര്യം, അവർ ഭക്ഷണം കഴിക്കുന്നത് അവരുടെ വലിയ ഡൈനിങ് ഹാളിലല്ല, അടുക്കളയോട് ചേർന്ന് കിടക്കുന്ന ചെറിയ മേശയ്ക്ക് ചുറ്റും ഇരുന്നാണ്. വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവം. അവിടെ അപ്പനും അമ്മയും മക്കളും ഒക്കെ തമാശ പറയുന്ന രീതി, തമാശ ആസ്വദിക്കുന്ന രീതി, അതൊക്കെ അവരെ കൂടുതൽ സന്തോഷമുള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഔദ്യോഗിക ജോലിയോട് ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് ഉത്തരവാദിത്തങ്ങളോട് ബന്ധപ്പെട്ടാവാം, നമുക്കുണ്ടാകുന്ന ആ ഗൗരവഭാവത്തെ നാം പിന്നെയും തുടരുകയാണ്. നമ്മുടെ ഗൗരവഭാവം പലപ്പോഴും മാനസിക സംഘർഷത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഞാൻ പറയും, ഇങ്ങനെ തിരക്കിൽപ്പെട്ട് മാനസിക സംഘർഷത്തിൽപ്പെട്ട് ഒക്കെ പോകാൻ സാധ്യതയുള്ള ആളുകൾ വീടിനോടൊക്കെ ബന്ധപ്പെട്ട് വളർത്തു മൃഗങ്ങളെയും ഒക്കെ വളർത്തുന്നത് നല്ലതാണ്.
പണ്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ വീടിനോട് ബന്ധപ്പെട്ട് നാം ഒത്തിരിയേറെ മൃഗങ്ങളെയൊക്കെ വളർത്തിയിരുന്നു. പൂച്ചയും പട്ടിയും മാത്രമല്ല, പശുക്കളെ വളർത്തിയിരുന്നു, ആടിനെ വളർത്തിയിരുന്നു. നമുക്ക് പാല് കിട്ടുക അല്ലെങ്കിൽ അതുവഴി ഒരു ബിസിനസ് നടത്തുക എന്നതിനപ്പുറത്ത് ഇവയോടൊക്കെയുള്ള ബന്ധം ജീവിതത്തിൻ്റെ താഴത്തെ അവസ്ഥയിലേക്ക് പോകാൻ, ലളിതമായ അവസ്ഥകളിലേക്ക് പോകാൻ, അങ്ങനെ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളൊക്കെ അയക്കാൻ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം മാതൃകയായി നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈശോ തന്നെയാണ്. ഈശോ ഇഹലോകത്തിലായിരുന്നപ്പോൾ അവിടുന്ന് പട്ടണപ്രദേശങ്ങളിലേറെ വ്യാപരിച്ചു എന്നതിനപ്പുറത്ത് ഗ്രാമാന്തരീക്ഷങ്ങളിലായിരുന്നു. നമുക്കറിയാം, ഗ്രാമങ്ങളിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യ ഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്രാമാന്തരീക്ഷത്തിലാണെങ്കിൽ ഈശോ അവിടങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നു. ഈശോയ്ക്ക് ഈ ഗ്രാമാന്തരീക്ഷത്തിലുള്ള കുടുംബങ്ങളോട് വലിയ ബന്ധങ്ങളായിരുന്നു. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഈശോയുടെ ചിത്രമേറെയും കുടുംബജീവിതത്തോടും കുടുംബജീവിതത്തിൻ്റെ ലളിത ഭാവങ്ങളോടുമൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അവിടെ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് ഈശോ പൊക്കൊണ്ടിരുന്നത്. അവരോട് സംസാരിക്കുന്ന, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ഇനി ഈശോ തന്നെയും ജനിച്ചു വളർന്ന നസ്രത്തിലെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ അവിടുന്ന് തൻ്റെ മാതാപിതാക്കളെ സഹായിച്ച് പോയിരുന്നു എന്നതും നമുക്ക് മാതൃകയാണ്. ഈശോയെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത്, അവൻ നസ്രത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. സുവിശേഷത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ പറയുമ്പോൾ ഔസേപ്പിതാവിനെ ആ പിതാവിൻ്റെ പണികളിൽ സഹായിച്ചുകൊണ്ട് ഈശോ ജീവിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തെ അമ്മയുടെ ആ ഉത്തരവാദിത്തങ്ങളിൽ സഹായിച്ച് ജീവിച്ചു എന്നതാണ്. ഈശോയും ജീവിതത്തിൻ്റെ താഴെത്തട്ടുകളിൽ ജീവിക്കാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും സാധാരണ പറയും പോലെ നമ്മളിൽ പലരും മസിൽ പിടിച്ച് ജീവിക്കുന്നവരാണ്. മുഖത്ത് പോലും ആ ഗൗരവഭാവം അറിയാതെ വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ മാനസിക സംഘർഷങ്ങളെ, പിരിമുറുക്കങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ താഴെ തട്ടുകളിലേക്ക് വരാൻ സാധിച്ചാൽ. പലപ്പോഴും മനുഷ്യൻ്റെ ഞാനെന്ന ഭാവം, അഹന്തയാണ് അവനെ എപ്പോഴും ഗൗരവഭാവം പാലിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്ന് ഞാൻ പറയും. ഞാൻ എന്തോ ആണോ ആരോ ആണെന്നുള്ള ചിന്ത, എനിക്ക് എന്തോ ഒക്കെ ഉണ്ടെന്നുള്ള ചിന്ത, ഞാൻ താഴെ തട്ടിലേക്ക് വന്നാൽ എൻ്റെ വില പോകുമെന്നുള്ള ചിന്ത, ഇത് പലപ്പോഴും നമ്മളെ അസുഖമുള്ളവരാക്കി തീർക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ താഴത്തെ തട്ടുകളിലേക്ക് നമുക്ക് വരാം. കാരണം ജീവനുള്ളത് അവിടെയാണ്, താഴത്തെ തട്ടുകളിൽ. അതുകൊണ്ട് പണ്ടത്തെ ശീലം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ തുടരാൻ സാധിക്കണമെന്നാണ് ഞാൻ പറയുക. വീട്ടിലാണെങ്കിൽ വീടിൻ്റെ ആ താഴത്തെ തട്ടുകളിലേക്ക് വരിക. എപ്പോഴും ഉയർന്ന തലത്തിലാകാതിരിക്കുക. കസേരയിൽ വന്നിരുന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന രീതി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം എടുത്തുകൊണ്ട് പോകാൻ ഓർഡർ കൊടുക്കുന്ന രീതി, എന്തെങ്കിലും വീട്ടിൽ പാളിച്ചയുണ്ടായാൽ അത് മറ്റാരൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഭാര്യയെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴി പറയുന്ന രീതി. എനിക്ക് എന്തുകൊണ്ട് ഈ താഴത്തെ അവസ്ഥയിലേക്ക് വന്നുകൂടാ? തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പരസ്പര ബന്ധം വളരുകയാണ്. അതുവഴി മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യാഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയ സംവേദനം നടത്താനുള്ള ഒരു സാഹചര്യം സംജാതമാവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയും, ജീവിതത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ താഴത്തെ തട്ടുകൾ ജീവൻ തുടിക്കുന്ന തട്ടുകളാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങി വന്നാൽ നമ്മുടെ മാനസിക സംഘർഷങ്ങളൊക്കെ, പിരിമുറുക്കങ്ങളൊക്കെ അയക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത്തരത്തിൽ മാനസിക സംഘർഷവും പിരിമുറുക്കവും ഒക്കെ കൂടാൻ കാരണം എന്താണ്? അവരെ നമ്മൾ ഉയർത്തിയിരുത്തിയിരിക്കുക, താഴോട്ടിറക്കുന്നില്ല. അവൻ താഴത്തെ നിലകളിലേക്ക് വന്നിട്ട് കുടുംബജീവിതത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും പാഠങ്ങൾ അഭ്യസിക്കട്ടെ.
മറ്റു മനുഷ്യരുമായിട്ട് ഇടപഴകട്ടെ. കുടുംബത്തിലെ ബന്ധമുള്ള ആളുകളുടെ വീടുകളിലേക്കൊക്കെ പോകാനായിട്ട് ഇടയാവട്ടെ. നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. ഈശോ നമുക്ക് നൽകുന്ന ഈ ജീവിതത്തിൻ്റെ സാധാരണത്വത്തിൻ്റെ പാഠം അഭ്യസിക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം. അതുതന്നെയാണ് മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ അയക്കാനുള്ള വഴി. അതുകൊണ്ട് മുകളിലത്തെ തട്ടിൽ ഞാൻ ആരോ ആണ്, എന്തോ ആണ് എന്നുള്ള ഭാവത്തോടെ ഇരിക്കാതെ ഞാൻ നിസ്സാരനാണെന്നുള്ള അവസ്ഥയിലേക്ക് വരാൻ പറ്റണം. ഈ ഒരു ചിന്ത സമാപിപ്പിക്കുമ്പോൾ മാതൃകയായിട്ട് ഈശോയെ തന്നെ ഞാൻ വീണ്ടും വയ്ക്കുകയാണ്. എന്താണ് കർത്താവിനെക്കുറിച്ച് പറയുന്നത്? അവൻ പിതാവിനോടുള്ള തുല്യത വലുതായി കാണാതെ തന്നെ താഴ്ത്തി മനുഷ്യനായി അവതാരം ചെയ്തു. ഈശോയുടെ ഈ ഒരു അവസ്ഥ, മാനസികാവസ്ഥ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മാനസിക സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വരും തലമുറയ്ക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാതൃക പാഠം ഇതുതന്നെയാണ്. ഇത്തരത്തിൽ മാനസിക സംഘർഷങ്ങൾ അയക്കാൻ തക്കവിധം കുടുംബത്തോട് ബന്ധപ്പെട്ട്, സാധാരണ ജീവിതത്തോട് ബന്ധപ്പെട്ട് വഴികളേറെ തേടുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. നമുക്ക് അനുകരണീയമായി അത്തരത്തിൽ മാതൃക നൽകുന്ന ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടുന്നതിന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഡോക്ടർ ജോണി തോമസ്. ഞാൻ തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിൽ അനസ്തീസിയോളജിസ്റ്റായിട്ട് കഴിഞ്ഞ 12 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യ ഡോക്ടർ ബെറ്റ്സി തോമസ്, അമലയിൽ തന്നെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറാണ്. ഞങ്ങൾക്ക് 2 മക്കൾ, റിയ ടെസ ജോൺ ആൻഡ് റയൻ ടോം ജോൺ. റിയ തൃശ്ശൂർ ദേവമാതാ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. റയനും ദേവമാതാ സ്കൂളിൽ തന്നെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ വരുന്നത്. ഞങ്ങളുടെ ജോലി വൈസ് മെഡിക്കൽ പ്രൊഫഷനിൽ ഏറ്റവും ടെൻഷൻ പിടിച്ച 2 ജോലികളാണ് ഒരു അനസ്തീസിയോളജിസ്റ്റിൻ്റെയും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെയും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരു സഹായിയായിട്ട് ജീസസിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ തുടങ്ങുക. നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും നമ്മുടെ കൂടെ ജീസസും ഉണ്ട് എന്നുള്ള ജീസസിന് വേണ്ടി നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത് അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ജോലിയിലെ ടെൻഷൻ വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സുമായിട്ടെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടാവാറില്ല. എന്തെങ്കിലും ആവശ്യത്തിന് എപ്പോഴും ഹെൽപ്പിന് ആളുണ്ടാവും. പിന്നെ എൻ്റെ ജോലിയുടെ പ്രത്യേകത, എനിക്ക് ഏതാണ്ട് ഹോസ്പിറ്റലിലെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും തിരിച്ച് വീട്ടിലേക്ക് അവിടെ നിന്നൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ടും ഹോസ്പിറ്റലിലെ ജോലി ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യൻസിനെ കുറിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫാമിലിയുമായിട്ട് കുട്ടികളുമായിട്ട് പ്രത്യേകിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള സമയങ്ങൾ പൂർണ്ണമായിട്ടും മാക്സിമം അത് ഉപകരിക്കാറുണ്ട്. കുട്ടികളോട് കളിക്കാനും. പിന്നെ ഞങ്ങളുടെ ഫാമിലി പ്രെയർ, എല്ലാ ദിവസവും ഫാമിലി പ്രെയർ മുടക്കാറില്ല. ഫാമിലി പ്രെയർ കുടുംബമായിട്ട് ഒരുമിച്ച് ചിലവഴിക്കാൻ പറ്റുന്ന സമയം, അത് നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻ കുറയ്ക്കുന്ന വളരെയധികം ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. പിന്നെ എൻ്റെ സ്വദേശം പാലാ രൂപതയിലെ ചേർപ്പൊങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ പ്രായം ചെന്ന അപ്പനും അമ്മയും ആണുള്ളത്. അവരെ കാണുവാൻ കുട്ടികൾക്ക് സ്കൂൾ അവധി കിട്ടുന്ന സമയങ്ങളിൽ എല്ലാം ഞങ്ങളൊരു നല്ല ബ്രേക്ക് എടുത്ത് അവരുമായി പോയി വർഷത്തിലൊരു 3-4 തവണയെങ്കിലും അവരുമായിട്ട് നല്ലൊരു ബ്രേക്ക് എടുത്ത് പോയി സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈവനിങ്ങിൽ ഹോസ്പിറ്റലിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു വെലങ്ങൻകുന്നുണ്ട്. വെലങ്ങൻകുന്നിലേക്കുള്ള ഒരു ഈവനിങ് യാത്ര, ഈവനിങ് വാക്ക്, 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം വെലങ്ങൻകുന്ന് കയറി ഇറങ്ങുക എല്ലാ ദിവസവും. അതെനിക്ക് കിട്ടുന്നിടത്തോളം സമയം കണ്ടെത്താവുന്ന സമയത്തെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അതൊരു വ്യായാമവും നല്ലൊരു റിഫ്രഷിങ് സായാഹ്ന സവാരിയാണ്.
പിന്നെ ക്യാമ്പസിന് പുറത്ത് ഞങ്ങൾക്ക് കുറച്ച് പറമ്പ് സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കൃഷി മുടക്കാറില്ല. കൃഷി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കൃഷിപ്പണിയിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രകൃതിയുമായിട്ട് അടുത്ത വഴി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബാക്കി ടെൻഷനുകളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ജോണി പറഞ്ഞതുപോലെ കഴിഞ്ഞ 12 വർഷമായി തൃശ്ശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നൊരു ഡോക്ടറാണ് ഞാൻ. ഓരോ ദിവസവും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ കയ്യിലൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ഇതൊരു ക്യാൻസർ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അനേകം ക്യാൻസർ രോഗികളും കയ്യിൽ കൂടി കടന്നു പോകുന്നു. ഇതൊന്നും കൂടാതെ ചില ഔദ്യോഗിക കടമകളും എന്നിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അനേകം സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ട്. പക്ഷേ ദിവസവും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിൽ കൂടെ കഴിയുന്നതും എല്ലാ ദിവസവും തന്നെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ സാധിക്കാറുണ്ട്. ഈ വിശുദ്ധ ബലിയാണ് ഏറ്റവും ഈ ജീവിതത്തിന് ശക്തി പകരുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ അമല ഹോസ്പിറ്റൽ ഈ ക്യാമ്പസിനുള്ളിൽ ഏകദേശം 6 ചാപ്പലുകളുണ്ട് ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന. ദിവസവും രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇവിടെ വിശുദ്ധ കുർബാനയുണ്ട്. ഇടയിലുള്ള സമയം എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏതൊരു രോഗിയുടെ പ്രശ്നത്തിനാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ദിവ്യകാരുണ്യ സന്നിധി. അവിടെ നിന്ന് കിട്ടുന്ന ആ ആശ്വാസം എൻ്റെ കയ്യിൽ കൂടെ പോകുന്ന ഓരോ രോഗിക്കും പകർന്നു നൽകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഏത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ഒരു 5 മിനിറ്റ് അവിടെ പോയി നിന്ന് ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ പൂർണ്ണമായി നൽകിക്കൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും അതിൻ്റെ അത്ഭുതങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ഇത്രയും തിരക്കുകളുടെ ഇടയിൽ ദിവസവും ചിലപ്പോൾ ഒരു 10-12 കാര്യങ്ങൾ ചെയ്യേണ്ട ചില മീറ്റിങ്ങുകളായിരിക്കാം, ചില ഓപ്പറേഷനുകളായിരിക്കാം, അല്ലെങ്കിൽ ചില ക്ലാസ്സുകളായിരിക്കും. സ്റ്റുഡൻസിനൊക്കെ റെഗുലറായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. പലപ്പോഴും രാവിലെ എണീക്കും ഇതൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കും, ഇതിനൊക്കെ എവിടെ നിന്ന് സമയം കിട്ടുമെന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്തിനുള്ളിൽ എന്ത് ഭംഗിയായിട്ടാണ് ഒരു കാര്യത്തിന് ശേഷം അടുത്ത കാര്യം ഇങ്ങനെ റെഡിയായി വരുന്നത്. എന്ത് ഭംഗിയായിട്ടൊരു ദിവസം ചെലവഴിക്കാൻ പറ്റുമെന്ന് കർത്താവ് ദിവസവും ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഒരു സന്ദേശം എല്ലാവർക്കുമായിട്ട് പകർന്നു കൊടുക്കാനുള്ളത്, ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും അത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അതിന് പരിഹാരം തേടുകയുമാണ് പതിവ്. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല. ഈ വീട്ടിലുള്ള ഞങ്ങളുടെ സമയം പൂർണ്ണമായിട്ടും മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ജോണി പറഞ്ഞതുപോലെ കുടുംബ പ്രാർത്ഥനയിലും വൈകുന്നേരം ഉള്ള ഫാമിലി ഷെയറിങ്ങുകളിൽ കൂടെയും ഞങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പല കുടുംബാംഗങ്ങളും ഇന്ന് കടന്നു പോകുന്നത് മാനസിക സംഘർഷത്തിലൂടെയാണ്, പിരിമുറുക്കങ്ങളിലൂടെയാണ്. മക്കളും മാതാപിതാക്കളും ഒക്കെ അങ്ങനെയാണ്. കർത്താവെ, ജീവിതത്തിൻ്റെ അടിത്തട്ടിലേക്ക്, സാധാരണ അവസ്ഥയിലേക്ക് വന്നവനാണ് അവിടുന്ന്. അവിടുത്തെ പോലെ ഞങ്ങളും ജീവിതത്തിൽ ഗൗരവഭാവം പാലിക്കാതെ ജീവിതത്തിൻ്റെ താഴത്തെ തട്ടിലേക്ക് ഇറങ്ങി വരാൻ തക്കവിധം അവിടുന്ന് ഞങ്ങൾക്ക് കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ, തിരുഹൃദയത്തിൽ തപഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.